ഇന്ത്യയെ കൊള്ളയടിക്കാനെത്തിയ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ ആദ്യം യുദ്ധം പ്രഖ്യാപിച്ച നാട്ടുരാജാക്കന്മാരിൽ ഒരാളായിരുന്നു പഴശ്ശിരാജ. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായി കലാപം നടത്തിയവരിൽ ഒരാളായിരുന്നു. അതിനുമുമ്പ് ടിപ്പു സുൽത്താനുമായി അദ്ദേഹം യുദ്ധം ചെയ്തു. ബ്രിട്ടീഷുകാർക്കെതിരെ വർഷങ്ങളോളം അദ്ദേഹം നടത്തിയ ചെറുത്തുനിൽപ്പും പോരാട്ടവും പരിഗണിച്ചാണ് വീരകേരള സിംഹം എന്ന് പഴശ്ശിരാജാവിനെ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയത്. 1753 ജനുവരി 3 കോട്ടയം രാജകുടുംബത്തിലായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജയുടെ ജനനം. 1805 നവംബർ 30 ശനിയാഴ്ച വയനാട് പുൽപ്പള്ളി മാവിലാത്തോട്ടിനേറക്കരയിൽ വെച്ചായിരുന്നു 50-ാം വയസ്സിൽ പഴശ്ശിരാജാവ് മരണം പൊങ്ങിയത്. രാജാവ് എങ്ങനെ മരിച്ചുവെന്നതിൽ 2 തരത്തിലുള്ള ചരിത്രവ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, ഇംഗ്ലീഷുകാർക്ക് കീഴടങ്ങാതെ അദ്ദേഹം ഇടതു കൈവിരലിലെ മോതിരത്തിൽ നിന്ന് വൈരക്കല്ല് പൊട്ടിച്ചു വിഴുങ്ങി മരണം വരിച്ചെന്നും മറ്റൊന്ന്, ഒറ്റുകാരുടെ ചതിയിൽപ്പെട്ട് കമ്പനി പട്ടാളക്കാരുടെ വെടിയേറ്റ് വീരമൃത്യു വരിച്ചെന്നുമാണത്. പഴശ്ശിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ്. മാനന്തവാടി ബസ് സ്റ്റാൻഡിന് അടുത്ത് തന്നെയാണ് പഴശ്ശിയുടെ ശവകുടീരം. ഒരാൾക്ക് 15 രൂപയാണ് മ്യൂസിയത്തിൽ കയറുന്നതിനുള്ള ടിക്കറ്റ് ചാർജ്. ക്യാമറയ്ക്ക് പ്രത്യേകം ടിക്കറ്റ് എടുക്കണം.